Cauchy-Goursat theorem. It is a very important theorem. If a function f is analytic at all points interior to and on a simple closed contour C, then integral over C f of z dz equal to 0. That is, if we have a simple closed contour C. C എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സിമ്പിൾ കോണ്ടൂർ ഉണ്ട്. എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ സിയുടെ ഉള്ളിൽ, സിയുടെ ഇൻറ്റീരിയറിൽ, അതുപോലെ സിയിലും, അതായത് ആ ബൗണ്ടറിയിൽ അനാലിറ്റിക്കാണ്. എല്ലാ പോയിൻറ്റിലും അനാലിറ്റിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. അതായത് സിയുടെ ലിമിറ്റ് കണ്ടുപിടിച്ച് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്നുള്ള അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് എഴുതാം? 0 ആണ് എന്നെഴുതാം. ദാറ്റ് ഈസ്, ഒരു ഫംഗ്ഷൻ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവിനുള്ളിലും ആ കർവിലും അനലിറ്റിക് ആണെങ്കിൽ ഇൻറ്റീരിയർ ടു ആൻഡ് ഓൺ സി, എവറി പോയിൻറ്റ്സ് വിത്തിൻ സി ആൻഡ് ഓൺ സി, കർവിൻ്റെ ഉള്ളിലും കർവിലും അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓവർ ആ സി എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് കോഷി-ഗോർസാറ്റ് തിയറം പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി, പ്രൂഫ് വേണ്ട. ദെൻ നമുക്കതിനുള്ള എക്സാമ്പിൾസ് ഈ തിയറം ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻ്റഗ്രൽ കാണുന്നത് നോക്കാം. അപ്ലൈ കോഷി-ഗോർസാറ്റ് തിയറം ടു ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് അലോങ് സി ഈസ് 0 വെൻ ദി കോണ്ടൂർ സി ആൻഡ് എഫ് ഓഫ് സെഡ് ആർ ഗിവൺ ബൈ. ഇപ്പോൾ എഫ് ഓഫ് സെഡും സിയും തന്നിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 ആൻഡ് സി ഈക്വൽ ടു മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1. ഫസ്റ്റ് പ്രോബ്ലം, എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട് സെഡ് സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9. സി എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആവാത്ത പോയിൻ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ ഫംഗ്ഷനാണ്. ഒരു പി ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഒരു ക്യൂ ഓഫ് സെഡ് ഫോമിലാണ്. അപ്പോൾ അത് അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാതിരിക്കുക. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് സെഡ് സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. സെഡ് സ്ക്വയർ പ്ലസ് 9 0 നോൺ 0 ആവുന്ന എല്ലായിടത്തും അത് അനാലിറ്റിക് ആവും. സെഡ് സ്ക്വയർ പ്ലസ് 9 0 ആകുമ്പോൾ സെഡ് സ്ക്വയർ ബൈ 0 എന്ന് വരുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ സെഡ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? -9. ദാറ്റ് ഇംപ്ലൈസ് സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3i. അപ്പോൾ സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3iയിൽ മാത്രമേ അനാലിറ്റിക് അല്ലാത്തുള്ളൂ. ഇനി നമ്മൾ സി നോക്കാം. സി എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് മൈനസ് 1 ഈക്വൽ ടു 1 ആണ്. ദാറ്റ് മീൻസ് 1 സെൻറ്ററും മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ സെഡ് നോട്ട് സെൻറ്ററും 6 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ. ഇപ്പോൾ ഇവിടെ 1 സെൻറ്ററും 1 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 0 എന്ന് എഴുതാം കോംപ്ലക്സ് ഫോമിൽ. സോ 1 0 സെൻറ്ററും 1 റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിളാണ് നമുക്ക് സി കിട്ടുക. ദാറ്റ് ഈസ്, നമ്മൾ അങ്ങനെ 1 സെൻറ്റർ, അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 0, 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് അനാലിറ്റിക് അല്ലാത്ത? പ്ലസ് ഓർ മൈനസ് 3i. പ്ലസ് ഓർ മൈനസ് 3iനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 3 എന്നും 0 മൈനസ് 3 എന്നും എഴുതാം. അപ്പോൾ 0 3 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും 0 3, 0 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 3. അപ്പോൾ രണ്ട് പോയിൻറ്റും 3iയും മൈനസ് 3iയും സർക്കിളിന്, നമ്മുടെ കർവിന് പുറത്താണ് അല്ലേ? അപ്പോൾ അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റൊക്കെ കർവിന് പുറത്താണ്. ദാറ്റ് മീൻസ് ഈ സിയുടെ ഉള്ളിലും സർക്കിളിലും എഫ് ഓഫ് സെഡ് എന്താണ്? നമുക്ക് തന്ന എഫ് ഓഫ് സെഡ് സെഡ് സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 അനാലിറ്റിക് ആണ്. സോ ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. ദെയർഫോർ ബൈ കോഷി-ഗോർസാറ്റ് തിയറം ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ പ്ലസ് 9 ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നത് എഫ് ഓഫ് സെഡ് ടാൻ സെഡ് ആണ്. സി എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ടാൻ സെഡ് ആൻഡ് C such that mod z equal to 1.
അപ്പോൾ ടാൻ സെഡിനെ നമുക്ക് സൈൻ സെഡ് ബൈ കോസ് സെഡ് എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കോസ് സെഡ് 0 ആവുന്ന പോയിൻ്റ്. ദാറ്റ് ഇംപ്ലൈസ് കോസ് സെഡ് പ്ലസ് 0 ആവാം. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 ആണ്. പ്ലസ് ഓർ മൈനസ് π/2, പ്ലസ് ഓർ മൈനസ് 3π/2, എക്സെട്ര 5π/2, 7π/2 അങ്ങനെ പോകും, പ്ലസ് ഓർ മൈനസ്. ഇനി സി എന്ന് പറയുന്നത് ഇവിടെ സർക്കിളാണ് വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1. ഇപ്പോൾ സെൻറ്റർ 0യും റേഡിയസ് 1 ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഇനി ഈ പോയിൻറ്റ്സ് പ്ലസ് ഓർ മൈനസ് π/2, പ്ലസ് ഓർ മൈനസ് 3π/2 അതൊക്കെ ഈ സർക്കിളിനുള്ളിലാണോ പുറത്താണോ വരുന്നതെന്ന് നോക്കണം. പ്ലസ് ഓർ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ തന്നെ π/2 നമുക്കറിയാം 3.14 ആണ്. /2 ഡിവൈഡ് ചെയ്യാൽ തന്നെ അത് എങ്ങനെയായാലും 3യുടെ ഹാഫ് തന്നെ 1.5 വരും. അപ്പോൾ 3.14ൻ്റെ 1.5ലും കൂടുതലായിരിക്കും, അതായത് 1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ 1, ഇവിടെ -1. അപ്പോൾ എങ്ങനെയായാലും ഈ പോയിൻറ്റ്സ് എല്ലാം പ്ലസ് ഓർ മൈനസ് 5/2, പ്ലസ് ഓർ മൈനസ് 3π/2 അതെല്ലാം സിയുടെ പുറത്തുള്ള പോയിൻറ്റ്സാണ്. അതായത് 1.5ലും അധികം വരും എന്ന് പറയുമ്പോൾ 1 വരെ ഉള്ളൂ ഈ സർക്കിൾ. സോ all points at which f of z is not analytic are outside C. That means നമുക്ക് തന്നിട്ടുള്ള f of z tan z എന്ന് പറയുന്നത് ഈ സർക്കിളിലും സർക്കിളിനുള്ളിലും എന്താണ്, അനാലിറ്റിക് ആണ്. സോ ബൈ Cauchy-Goursat തിയറം ഇന്റഗ്രൽ ഓവർ c f of z dz ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c tan z dz ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അത് ആ സർക്കിളിന് പുറത്താണോ ഉള്ളിലാണോ ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. ഇന്റഗ്രൽ ഓവർ സി dz ബൈ z മൈനസ് 1. സി എന്ന് പറയുന്നത് മോഡ് z ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന സർക്കിളാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ 1/z മൈനസ് 1. എഫ് ഓഫ് z analytic except at z minus 1 equal to 0. That implies z equal to 1. z equal to 1ൽ എഫ് ഓഫ് z അനാലിറ്റിക് അല്ല. ഇനി നമ്മുടെ സർക്കിൾ കർവ് എന്ന് പറയുന്ന സർക്കിളാണ്. ഇത് സെൻറ്റർ 0യും റേഡിയസ് 1/2. അപ്പോൾ സെൻറ്റർ 0യും റേഡിയസ് 1/2 ആയിട്ടുള്ള സർക്കിൾ നമുക്ക് കിട്ടും. ഇനി z ഈക്വൽ ടു 1 എവിടെയാണ് നോക്കുക. z ഈക്വൽ ടു 1 ഇവിടെ വരും. അപ്പോൾ z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സർക്കിളിന് പുറത്താണ്. ദാറ്റ് മീൻസ് സർക്കിളിലും സർക്കിളിനകത്തും എന്താണ്, എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത ആകെ ഒരു പോയിൻ്റേ ഉള്ളൂ, അത് z ഈക്വൽ ടു 1 ആണ്. അത് സർക്കിളിന് പുറത്താണ്. ദാറ്റ് മീൻസ് വിത്തിൻ ആൻഡ് ഓൺ ദി സർക്കിൾ സി എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക്. ദെൻ ബൈ Cauchy-Goursat തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് dz ഈക്വൽ ടു 0. That is integral over c dz by 1 minus z or z minus 1 equal to 0 എന്ന് കിട്ടും. നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. എഫ് ഓഫ് z തന്നിട്ടുണ്ട്. ലോഗ് z+2 ആണ്. അതുപോലെ സി എന്ന് പറഞ്ഞാൽ മോഡ് z ഈക്വൽ ടു 1. ഇപ്പോൾ ലോഗ് z+2 എവിടെയാണ് അനാലിറ്റിക് അല്ലാത്ത? ലോഗ് z+2 ലോഗരിതമിക് ഫംഗ്ഷൻ നമുക്കറിയാം നെഗറ്റീവ് റിയൽ ആക്സിസിലും 0യിലുമാണ് അനാലിറ്റിക് അല്ലാത്തത്. അപ്പോൾ നെഗറ്റീവ് റിയൽ ആക്സിസിൽ ഇത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യബിൾ അല്ല, അനാലിറ്റിക് അല്ല എന്ന് പറയാൻ പറ്റും. അതായത് ഈ z+2 എന്താവുക, നെഗറ്റീവ് അല്ലെങ്കിൽ 0 ആവുമ്പോഴാണ് അത് അനാലിറ്റിക് അല്ലാത്തത്. അപ്പോൾ z+2 ലോഗ് z+2 ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് z+2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. z+2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ അത് അനാലിറ്റിക് അല്ല. ദാറ്റ് മീൻസ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ആകുമ്പോഴേ അനാലിറ്റിസിറ്റിക്ക് പ്രശ്നമുള്ളൂ. ഇനി നമ്മുടെ സർക്കിൾ ഏതാ നോക്കുക. സർക്കിൾ മോഡ് z ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് സെൻറ്റർ 0യും റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. ഇനി z ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ആവുന്ന പോയിൻറ്റ്സ് ഒക്കെ എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് -1 വരിക, ഇവിടെ -2. അപ്പോൾ -2നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള പോയിൻറ്റ്സാണ് വരിക. ഈ പോയിൻറ്റ്സിലൊന്നും അനാലിറ്റിക് അല്ല. പക്ഷേ ഈ പോയിൻ്റൊന്നും സർക്കിളിനുള്ളിൽ വരുന്നില്ല, സർക്കിളിലും വരുന്നില്ല. ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്ന സിയിൽ മോഡ് z ഈക്വൽ ടു 1ൽ
within C and on C, interior to C and on C, f of z is analytic. Log z plus 2 is analytic. Therefore, integral over C f of z dz equal to integral over C log z plus 2 dz equal to 0 എന്ന് കിട്ടും. That is Cauchy-Goursat theorem. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എഫ് ഓഫ് സെറ്റ് ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ് വിത്തിൻ ആൻഡ് ഓൺ, അതായത് ഉള്ളിലും കർവിലും. അനാലിറ്റിക് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. That is Cauchy-Goursat theorem. Now next we have another definition. Simply and multiply connected domains. Simply connected domain അതുപോലെ തന്നെ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ. അതിലാദ്യം സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഒരു ഡൊമൈനെ എപ്പോഴാണ് സിംപ്ലി കണക്റ്റഡ് എന്ന് പറയാം? എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി, ക്യാപിറ്റൽ ഡി എന്നാണ് ഡൊമൈനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇസ് എ ഡൊമൈൻ സച്ച് ദാറ്റ് എവരി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ വിത്തിൻ ഇറ്റ് എൻക്ലോസ്ഡ് ഓൺലി പോയിൻറ്റ്സ് ഓഫ് ഡി. അതായത് ഒരു ഡൊമൈൻ ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ അത് സിംപ്ലി കണക്റ്റഡ് ആണെങ്കിൽ ആ ഡൊമൈനുള്ളിലുള്ള ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, ഏത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ നമ്മളെടുത്താലും അതിൻ്റെ ഇൻറ്റീരിയർ, അതായത് ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനുള്ളിലുള്ള കുറേ പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ പോയിൻറ്റ്സ് എവിടെ ഉണ്ടാവണം? ഡിയിൽ തന്നെ ഉണ്ടാവണം. അതായത് ഒരു ഡൊമൈനിലെ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും ആ കോണ്ടൂറിൻ്റെ ഇൻറ്റീരിയർ ഡിയിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡൊമൈൻ എടുത്തു. ഇതാണ് നമ്മുടെ ഡൊമൈൻ, ഷെയ്ഡഡ് പോർഷൻ, അതായത് ഈ നടുവിലുള്ള ഈ ഭാഗമില്ല. ഇതാണ് നമ്മുടെ ഡൊമൈനെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആ ഡൊമൈനിലെടുത്തു. അപ്പോൾ ഈ ഡൊമൈൻ നമ്മളെ ഈ കർവ് നമ്മുടെ ഷെയ്ഡഡ് പോർഷനിലാണ് വരുന്നത്. പക്ഷേ കർവിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കർവിൻ്റെ ഇൻറ്റീരിയറാണ്. പക്ഷേ ഇവിടെയുള്ള പോയിൻറ്റ്സൊക്കെ ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, ഈ ഭാഗത്തുള്ള പോർഷൻസ് ഡിയിലുണ്ടാവില്ല. കാരണം അവിടെ ഡിയിലില്ലാത്ത പോർഷനാണ്. ദാറ്റ് മീൻസ് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നത് ആ ഡൊമൈനിനുള്ളിൽ നമ്മൾ ഏത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും ആ കോണ്ടൂറിനുള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സും ഡിയിൽ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാറുണ്ട്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഇസ് എ ഡൊമൈൻ വിത്തൗട്ട് ഹോൾസ് വരാത്ത ഡൊമൈനെയാണ് സിമ്പിൾ കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഹോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഒരു കർവ് എടുത്താൽ അതിൻ്റെ ഇൻറ്റീരിയർ ആ ഡൊമൈനിൽ ഉണ്ടാവില്ല. ഇനി അങ്ങനെ അല്ലാത്ത ഡൊമൈന്, സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത ഡൊമൈനെ പറയുന്ന പേരാണ് എ ഡൊമൈൻ വിച്ച് ഈസ് നോട്ട് സിംപ്ലി കണക്റ്റഡ് ഈസ് സെറ്റ് ടു ബി മൾട്ടിപ്ലി കണക്റ്റഡ്. സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത ഡൊമൈനെ മൾട്ടിപ്ലി കണക്റ്റഡ് എന്ന് പറയും. ഇനി സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിന് എക്സാമ്പിളാണ് ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻറ്റീരിയർ ടു എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. അതായത് നമ്മൾ ഏത് കോണ്ടൂർ എടുക്കുകയാണെങ്കിലും ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു, അതിൻ്റെ ഇൻറ്റീരിയറിലുള്ള എല്ലാ പോയിൻറ്റ്സും എടുക്കുക. ഇൻറ്റീരിയറുള്ള എല്ലാ പോയിൻറ്റ്സും എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് അതൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കും. അതായത് ഒരു സർക്കിളിൻ്റെ ഇൻറ്റീരിയർ എന്തായിരിക്കും? സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇൻറ്റീരിയർ സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ ഒരിക്കലും സിംപ്ലി കണക്റ്റഡ് ആവില്ല. കാരണം എന്താ? ഇപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കർവ് എടുത്താൽ ആ കർവിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സും വരും. അത് നമ്മുടെ ഡൊമൈനിലില്ല, കാരണം സർക്കിളിൻ്റെ എക്സ്റ്റീരിയറാണ് നമ്മുടെ ഡൊമൈൻ. അപ്പോൾ ഇതൊക്കെയാണ് സിംപ്ലി കണക്റ്റഡ് ആയ ഡൊമൈനും അല്ലാത്തതിനും എക്സാമ്പിൾ. ഇനി മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരേ സെൻറ്ററുള്ള രണ്ട് സർക്കിൾസ് എടുത്തു, അതായത് കോൺസെൻട്രിക് സർക്കിൾസ്. അതിനിടയ്ക്കുള്ള റീജിയൻ നമ്മൾ അനുലസ് റീജിയൻ എന്ന് പറയുന്ന അനുലസ് റീജിയൻ അതെന്താണ്? മൾട്ടിപ്ലി കണക്റ്റഡ് ആണ്. കാരണം ഇവിടെ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ ആ ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്യില്ല. അപ്പോൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈന് ഒരു പിക്ചറൈസ് എക്സാമ്പിളാണിത്. അതുപോലെ ഡബിളി കണക്റ്റഡ്, മൾട്ടിപ്ലി കണക്റ്റഡിനെ നമുക്ക് ഡബിളി കണക്റ്റഡ്, ട്രിപ്പിളി കണക്റ്റഡ് അങ്ങനെ പറയാം. അതായത് ഇവിടെ ഡബിളി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരു ഹോൾ വരും, ഈ ഭാഗമില്ല.
അപ്പോൾ അതുപോലെ ട്രിപ്ലി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ 2 ഹോൾ വരുന്നത്. അങ്ങനെയാണ് സിംപ്ലി കണക്റ്റഡ് റീജിയനും മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ കോഷി-ഗോർസാറ്റ് തിയറം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് നമ്മൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ അപ്ലൈ ചെയ്യുന്നതെന്നാണ് തിയറം പറയുന്നത്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ത്രൂ ഔട്ട് എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി, then integral over C f of z dz equals 0 for every closed contour C lying in D. അതായത് ഒരു ഫംഗ്ഷൻ എഫ് അതൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിലെ ഏത് ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താലും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കോഷി-ഗോർസാറ്റ് തിയറം പറഞ്ഞിരുന്നു. അവിടെയും ഇൻ്റഗ്രൽ 0 ആണെന്നാണ് തിയറത്തിലെ റിസൾട്ട്. പക്ഷേ അവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ നമ്മളെടുത്തത് ഫോർ എവരി ക്ലോസ്ഡ് കോണ്ടൂർ എന്ന് മാത്രമല്ല, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനായിരുന്നു കോഷി-ഗോർസാറ്റ് തിയറം പറഞ്ഞത്. ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലും അതിനുള്ളിലും ആ കർവിലും അനാലിറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ 0. പക്ഷേ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണെങ്കിൽ നമ്മളെടുക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന അനാലിറ്റിക്കായുടെ റീജിയൻ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണെങ്കിൽ കർവ് സിമ്പിൾ ആവണമെന്നൊന്നുമില്ല, ക്ലോസ്ഡ് ആണെങ്കിൽ തന്നെ ആ റിസൾട്ട് ശരിയായിരിക്കും, ഇൻ്റഗ്രൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഏത് കർവായാലും, സിമ്പിളായ കർവായാലും സിമ്പിൾ അല്ലാത്ത കർവായാലും കർവ് ക്ലോസ്ഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആയിരിക്കും, എഫ് അനാലിറ്റിക് ആണെങ്കിൽ. കോഷി-ഗോർസാറ്റ് തിയറം പറയുന്നത് എല്ലാ കർവിനും പറ്റില്ല, എല്ലാ ക്ലോസ്ഡ് കർവിനും പറ്റില്ല, എല്ലാ സിമ്പിൾ ക്ലോസ്ഡ് കർവിന് റിസൾട്ടും. അപ്പോൾ നമ്മൾ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ സിമ്പിൾ അല്ലാത്ത കർവിനും സിമ്പിളായ കർവിനും കോഷി-ഗോർസാറ്റ് തിയറം ശരിയാണ് എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 കേസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അതായത് സിമ്പിൾ ആണെങ്കിൽ, കർവ് സിമ്പിൾ ആണെങ്കിലും കർവ് സിമ്പിൾ അല്ലാത്ത കേസിലും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. എഫ് അനാലിറ്റിക് ആണ് ത്രൂ ഔട്ട് എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി ആൻഡ് സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവാണ്. അത്രേ തന്നിട്ടുള്ളൂ, ക്ലോസ്ഡ് കർവാണെന്നേ തന്നിട്ടുള്ളൂ, സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുക സി സിമ്പിൾ ആണ് എന്ന്. 2 കേസ് എടുക്കണമെന്ന് പറഞ്ഞു. സി ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം എങ്ങനെ മാറും, സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറും? എഫ് ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്, സി ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് അപ്ലൈ ചെയ്യാം? കോഷി-ഗോർസാറ്റ് തിയറം അപ്ലൈ ചെയ്യാം. ദെൻ ബൈ കോഷി-ഗോർസാറ്റ് തിയറം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. ഇനി സി സിമ്പിൾ അല്ലെങ്കിൽ, സി ഈസ് നോട്ട് സിമ്പിൾ, ക്ലോസ്ഡ് ആണ് പക്ഷേ നോട്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, സിമ്പിൾ അല്ലാത്ത ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഒരുപാട് സെൽഫ് ഇൻ്റർസെക്ഷൻസ് വരും. അപ്പോൾ സിയുടെ ഫോം ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഫോമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സി. അപ്പോൾ സി സിമ്പിൾ അല്ല, പക്ഷേ സീനെ നമുക്ക് ഒരുപാട് സിമ്പിൾ ക്ലോസ്ഡ് കർവിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്, അതുപോലെ ഇത് അനദർ സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്, ഇത് വേറൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്, ഇത് വേറൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ സീനെ നമുക്ക് ഇതിന് ഓരോന്നിന് പേര് കൊടുത്താൽ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 അങ്ങനെ എത്ര കർവുണ്ടോ അത്രയും കർവുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഇതിൽ ഓരോ സി കെകളും എന്തായിരിക്കും? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകളായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 പ്ലസ് അങ്ങനെയാണ്, എത്ര ഉണ്ടോ അത്രയും കർവുകൾ. അപ്പോൾ ഓരോന്നും ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി കാണുന്നതിന് പകരം ഇൻ്റഗ്രൽ ഓവർ C1 ഇൻ്റഗ്രൽ ഓവർ C2 എക്സെട്ര കണ്ടിട്ട് സം ചെയ്താൽ മതി. അപ്പോൾ ഓരോ സി കെകളും എന്താണ്? സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. അപ്പോൾ ഓരോ സി കെയിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കോഷി-ഗോർസാറ്റ് തിയറം അപ്ലൈ ചെയ്യാം. കാരണം എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്, സി കെ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്, ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ്.
അപ്പോൾ ഓരോ സി കേക്കും 0 ആണ് ഫോർ എവറി കെ. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണ് 0 എന്ന് കിട്ടും. സോ എനി കേസ് സി സിമ്പിൾ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണെന്ന് കിട്ടും ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ദാറ്റ് മീൻസ് സിമ്പിൾ ആണെങ്കിൽ ഡയറക്റ്റ് കോഷി-ഗോർസാറ്റ് തിയറം അപ്ലൈ ചെയ്യാം. സിമ്പിൾ അല്ലെങ്കിൽ ആ കർവിനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സിമ്പിൾ ക്ലോസ്ഡ് കർവിനുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി തിയറം. Now next we have a corollary of this theorem. A function f which is analytic throughout a simply connected domain D must have an antiderivative in D. അതായത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഉണ്ട്, അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു അനാലിറ്റിക് ഫങ്ഷനാണ് എഫ്. അങ്ങനെയാണെങ്കിൽ ആ എഫിനൊരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏതൊരു അനാലിറ്റിക് ഫങ്ഷനും ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും എന്നാണ് കൊറോളറി പറയുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്നത് നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു നേരത്തെ, ഒരു 3 കണ്ടീഷൻ തന്നിട്ട് ഇക്വലൻ്റ് ആണ് എന്നുള്ളൊരു റിസൾട്ട്. അതിലെ ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, എഫ് ഓഫ് സെഡ് ഹാസ് an antiderivative capital F of Z in D. എഫ് ഓഫ് സെഡിന് സ്മാൾ എഫിന് ക്യാപിറ്റൽ എഫ് എന്ന ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ട്. പിന്നെ ഒരു സെക്കൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു, നമുക്ക് 1ഉം എയും സിയും മതി. മൂന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, അല്ലാതെ ഈക്വലൻ്റ് ആണ്, അതുകൊണ്ട് ഒന്നുണ്ടെങ്കിൽ മറ്റേത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എയും സിയും മാത്രം എടുത്തു. ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ്, അതായത് ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഓവർ എനി ക്ലോസ്ഡ് കോണ്ടൂർ, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആയിരിക്കും. ഈ സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, എനി ക്ലോസ്ഡ് കോണ്ടൂർ, ഡിയിലുള്ള ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0. അപ്പോൾ എ ഉണ്ടെങ്കിൽ സി ഉണ്ടാവും, സി ഉണ്ടെങ്കിൽ എ ഉണ്ടാവും, എ ഇഫ് ആൻഡ് ഓൺലി സി. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെഡിന് ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആയിരിക്കും ഫോർ എവറി ക്ലോസ്ഡ് കോണ്ടൂർ. ഇനി തിരിച്ച് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ് ഫോർ എവറി ക്ലോസ്ഡ് കോണ്ടൂർ സി ആണെങ്കിൽ എഫ് ഓഫ് സെഡിന് എന്തുണ്ടാവും, ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനാണ്, എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള തിയറം അനുസരിച്ച് ഡി ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനും എഫ് ഓഫ് സെഡ് അവിടെയുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷനും ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഫോർ എവരി ക്ലോസ്ഡ് കോണ്ടൂർ സി. ഏത് ക്ലോസ്ഡ് കോണ്ടൂർ സി എടുത്താലും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് 2 കേസ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ റിസൾട്ടിലെ സി എന്ന് പറയുന്ന കണ്ടീഷൻ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണ് ഫോർ എവരി ക്ലോസ്ഡ് കോണ്ടൂർ സി. സോ സി ഇംപ്ലൈസ് എ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ഇംപ്ലൈസ് എ ആണ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആണെങ്കിൽ എഫ് ഓഫ് സെഡ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഇൻ ഡി. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെഡിന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടാവും ഇൻ ഡി. So that is the corollary. A function f which is analytic throughout a simply connected domain D must have an antiderivative in D. Now next we have another theorem, that is, suppose that C is a simple closed contour described in the counterclockwise direction, and അതായത് സിയുടെ രണ്ട് കണ്ടീഷനാണ് ആ തിയറത്തിൽ തന്നിട്ടുള്ളത്. സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് ഡയറക്ഷൻ. ഇനി സി കെ എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 1 to n ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് C1 C2 എക്സെട്ര Cn ഫൈനൈറ്റ് നമ്പേഴ്സാണ്, ഡിനോട്ട്സ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. അതും സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ തന്നെയാണ്, പക്ഷേ ആൾ ഡിസ്ക്രൈബ്ഡ് ഇൻ ക്ലോക്ക് ഡയറക്ഷനാണ്. ദെൻ that are interior to C and whose interiors have no points in common.
If a function f is analytic throughout the closed region consisting of all points within and on C except for the points interior to each ck, then integral over C f of z dz plus integral k equal to 1 to n integral over ck f of z dz equal to 0. That is, ഇത് നമ്മൾ ഈ തിയറം എന്ന് പറയുന്നത് നമ്മൾ Cauchy-Goursat തിയറം സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ പറഞ്ഞിരുന്നു. ഇനി ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആ തിയറം എങ്ങനെയാണ് ആ തിയറത്തെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ തിയറത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ദെൻ ഇനി സി കെ C1, C2, etc. Cn ആണ്. എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ്. സി കെകളും സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ്. അത് സിയുടെ ഉള്ളിലാണുള്ളത്, ഇൻറ്റീരിയർ ടു സി ആണ്. അതായത് സിയുടെ ഉള്ളിലുള്ള ഇങ്ങനെ വരുന്ന സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ് എന്ത് സി കെ. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, C1 C2. അതിൻ്റെ ഡയറക്ഷൻ പക്ഷേ ക്ലോക്ക് വൈസ് ആണ്. C1 ഇത് C2. ഇനി ആൻഡ് ഹൂസ് ഇൻറ്റീരിയേഴ്സ് ഹാവ് നോ പോയിൻറ്റ്സ് ഇൻ കോമൺ. ഈ സി കെകളുടെ ഇൻറ്റീരിയർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അതായത് എങ്ങനെ വരാൻ പാടില്ല, ഇപ്പോൾ സി ഇങ്ങനെ ഉണ്ട്, C1 C2 ഒന്നും ഇങ്ങനെ വരാൻ പാടില്ല. അതായത് അവയ്ക്ക് വേറെ ഇൻ്റർസെക്ഷൻ പാടില്ല. C1 C2 അവ തമ്മിൽ, അല്ലെങ്കിൽ എത്ര കർവാണോ എടുക്കുന്നത് അവ തമ്മിൽ പോയിൻറ്റ്സ് ഇൻ കോമൺ വരാൻ പാടില്ല. അതായത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കണം സിയുടെ ഉള്ളിലുള്ള. അപ്പോൾ ഇങ്ങനെയാണ് സിയും സി കെയും എടുക്കുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ ടു സി ആണ് ഓരോ സി കെകളും. അതായത് സി കെ ഇങ്ങനെ കുറച്ച് സിയുടെ ഉള്ളിലും കുറച്ച് പുറത്തും അങ്ങനെ വരാൻ പാടില്ല, കംപ്ലീറ്റ്ലി സിയുടെ ഉള്ളിലാണ്. ഇനി ഇത്രയാണ് കർവുകളുടെ കാര്യം പറയുന്നത്, സിയും സി കെകളും. നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. എ ഫംഗ്ഷൻ എഫ് ഈസ് അനാലിറ്റിക് throughout the closed region consisting of all points within and on C except for the points interior to each ck. That is, f of z സിയുടെ ഉള്ളിൽ, സിയുടെ ഇൻറ്റീരിയറിൽ അനാലിറ്റിക് ആണ്. പക്ഷേ സി കെകളുടെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ അനാലിറ്റിക് അല്ല. അതായത് എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവുന്നത് ഈ ഷെയ്ഡഡ് പോർഷനിൽ മാത്രമാണ്. സിയുടെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സിലും അനാലിറ്റിക് ആണ് എക്സെപ്റ്റ് ഫോർ ദി ഇൻറ്റീരിയർ ഓഫ് സി കെ. സി കെകളുടെ C1 C2 C3 അങ്ങനെയുള്ളതിൻ്റെ ഉള്ളിൽ അനാലിറ്റിക് അല്ല. ഈ സിക്കും സി കെകൾക്കും ഇടയ്ക്കുള്ള ആ ഭാഗത്തൊക്കെ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡും അതുപോലെ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് എക്സെട്രാ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ Cn എഫ് ഓഫ് സെഡ് ഡി സെഡ് 0 ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ തിയറം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ C1 C2 എക്സെട്രാ Cn എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്, ഒരു C1 C2. സോ രണ്ട് സി കെകൾ C1 C2 എടുത്തിട്ട് അത് പ്രൂവ് ചെയ്യുന്നു, എന്നിട്ട് ജനറലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ വരുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഇതാണ്, ഒരു കർവും അതിൻ്റെ ഉള്ളിൽ സി എന്ന് പറയുന്ന കർവ്, അതിൻ്റെ ഉള്ളിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള രണ്ട് C1 C2. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിയും C1 C2 തമ്മിലിപ്പോൾ ഒരു കണക്ഷനില്ല, ഒരു പാത്ത് കണക്ഷനില്ല. അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ സിയിൽ നിന്ന് C1 ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു, L1 എന്ന് കൊടുത്തു. ഇനി C1 C2 തമ്മിൽ ഉള്ള ലൈന് L2 എന്ന് കൊടുത്തു. C2 അതുപോലെ സിയും L3 എന്ന് കൊടുത്തു. സോ 3 പോളിഗണൽ പാത്ത്, L1 L2 L3 പോളിഗണൽ പാത്താണ്, സ്ട്രൈറ്റ് ലൈൻ തന്നെ വേണമെന്നില്ല. അപ്പോൾ 3 പാത്തുകൾ കൊടുത്തു, L1 L2 L3. അപ്പോൾ അവ തമ്മിൽ ഒരു കണക്ഷൻ വരും.
അപ്പോൾ ഈ 3 പാത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2 സിമ്പിൾ ക്ലോസ്ഡ് കർവുകൾ കിട്ടും. 2 സിമ്പിൾ ക്ലോസ്ഡ് കർവുകൾ, അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് L1, അതായത് ഈ ലൈൻ പ്ലസ് പിന്നെ ഇങ്ങനെ പോയിട്ട് L1 പിന്നെ ഇങ്ങനെ പോവും, അതായത് C1ൻ്റെ ഒരു ഭാഗം അതെടുക്കുന്നത് C1 ഡാഷ് എന്ന് എടുക്കുന്നുണ്ട്, C1ൻ്റെ ഒരു ഭാഗം. ദെൻ L2 പ്ലസ് അടുത്തത് C2ൻ്റെ ഒരു ഭാഗമാണ്, C2 ഡാഷ് എന്നെടുക്കുന്നുണ്ട്, പ്ലസ് L3. അപ്പോൾ അവിടെ എത്തി. ഇനി അത് ക്ലോസ്ഡ് ആവണമെങ്കിൽ ഇങ്ങനെ ഈ ഭാഗം, അതായത് സിയുടെ ഒരു ഭാഗം അതിനെ C ഡാഷ് എന്നെടുത്തു. അപ്പോൾ L1 പ്ലസ് C1 ഡാഷ് പ്ലസ് L2 പ്ലസ് C2 ഡാഷ് പ്ലസ് L3 പ്ലസ് C ഡാഷ് അതിനെ Γ1 എന്ന് കൊടുത്തു. Γ1 ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കും. സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാത്ത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അത് ഇവിടുന്ന് തുടങ്ങാം. സിയുടെ ബാക്കിയുള്ള ഭാഗം അതിനെ C ഡാഷ് നേരത്തെ എടുത്തപ്പോൾ C ഡബിൾ ഡാഷ് എന്നെടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട്, അപ്പോൾ അങ്ങോട്ടുള്ളത് L3 ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് എന്തായിരിക്കും, ഡയറക്ഷൻ മാറി അങ്ങോട്ട് പോണതാണ് നമ്മൾ L3 എടുത്തത്. അപ്പോൾ ഇങ്ങോട്ടുള്ളത് -L3 എന്നെടുക്കാം, -L3. ഇനി C2ൻ്റെ ഭാഗം C2 ഡബിൾ ഡാഷ്, അതിൻ്റെ ഡയറക്ഷൻ മാറുമൊന്നുമില്ല, കാരണം അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ആണ്. ഇതേ ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ പോകുന്ന അതേ ഡയറക്ഷൻ. പക്ഷേ L2ൻ്റെ ഡയറക്ഷൻ മാറും, ഇങ്ങോട്ട് മാറും. അപ്പം -L2 പിന്നെ C1ൻ്റെ ഭാഗം C1 ഡബിൾ ഡാഷ്, ദെൻ -L1. അപ്പോൾ C ഡബിൾ ഡാഷ് -L3 പ്ലസ് C2 ഡബിൾ ഡാഷ് -L2 പ്ലസ് C1 ഡബിൾ ഡാഷ് -L1. അതും ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കും. അതിനെ Γ2 എന്ന് കൊടുത്തു. സോ നമുക്ക് 2 സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് കിട്ടും, Γ1ഉം Γ2. ദെൻ ബൈ Cauchy-Goursat തിയറം ഇൻ്റഗ്രൽ ഓവർ Γ1 f of z dz എന്താ 0 ആണ്. കാരണം എന്താ, f of z ഇവിടെയൊക്കെ അനാലിറ്റിക് ആണ്, Γ1നും Γ1ൻ്റെ ഉള്ളിലും, അതുപോലെ Γ2ലും Γ2നുള്ളിലും അനാലിറ്റിക് ആണ്. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ Γ2 f of z dz 0 കിട്ടും. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ Γ1 f of z dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ Γ2 f of z dz ഈക്വൽ ടു 0. അപ്പോൾ Γ1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഓരോന്നിൻ്റെയും സമ്മാണ്. സോ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ Γ1 നമുക്ക് ഇൻ്റഗ്രൽ ഓവർ L1 f പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C1 ഡാഷ് f പ്ലസ് ഇൻ്റഗ്രൽ ഓവർ L2 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 ഡാഷ് പ്ലസ് ഇൻ്റഗ്രൽ L3 f പ്ലസ് അടുത്തത് ഇൻ്റഗ്രൽ ഓവർ C ഡാഷും കൂടെ ഉണ്ട് f പ്ലസ് ഇനി Γ2ൻ്റെ ഇൻ്റഗ്രൽ ഓവർ C ഡബിൾ ഡാഷ് f പ്ലസ് ഇൻ്റഗ്രൽ ഓവർ -L3 എന്നാണ്. ഇൻ്റഗ്രൽ ഓവർ -L3 നമുക്ക് മൈനസ് ഇൻ്റഗ്രൽ ഓവർ L3 എന്ന് എഴുതാം. അപ്പം മൈനസ് ഇൻ്റഗ്രൽ ഓവർ L3 f ഇനി പ്ലസ് C2 ഡബിൾ ഡാഷ് f, അതുപോലെ L2നെ ഇൻ്റഗ്രൽ ഓവർ -L2നെ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ L2 എന്ന് എഴുതാം. പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C1 ഡബിൾ ഡാഷ് f മൈനസ് ഇൻ്റഗ്രൽ ഓവർ L1 f ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 0 ആണ്. അപ്പോൾ L1ഉം -L1ഉം ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ L2 -L2 L3 -L3. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 ഡാഷും ഉണ്ട്, ഇൻ്റഗ്രൽ ഓവർ C1 ഡബിൾ ഡാഷും ഉണ്ട്. അപ്പോൾ അതൊന്നിച്ച് എഴുതാം. ഇൻ്റഗ്രൽ ഓവർ C1 ഡാഷ് പ്ലസ് C1 ഡബിൾ ഡാഷ് f, അതുപോലെ ഇൻ്റഗ്രൽ ഓവർ C2 ഡാഷ് പ്ലസ് C2 ഡബിൾ ഡാഷ് f പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C ഡാഷ് ഉണ്ട്, C ഡബിൾ ഡാഷ് ഉണ്ട്, f ഈക്വൽ ടു 0. ഇത്ര ഉണ്ടാവും. C1 ഡാഷ് C1 ഡബിൾ ഡാഷ് അതുപോലെ C2 ഡാഷ് C2 ഡബിൾ ഡാഷ് അതുപോലെ C ഡാഷ് C ഡബിൾ ഡാഷ് എല്ലാ ടേമുമായി. ഇനി C1 ഡാഷ് പ്ലസ് C1 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു C1 എടുത്തിരുന്നു
ക്ലോക്ക് വൈസിൽ C1 അതിൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ C1 ഡാഷ് എന്നും മറ്റു ഭാഗത്ത് നമ്മൾ C1 ഡബിൾ ഡാഷ് എന്നും എഴുതി. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് C1 കിട്ടും. സോ ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇതിനെ ഇൻ്റഗ്രൽ ഓവർ C2 പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ C. f of z dz equal to 0. ദാറ്റ് മീൻസ് അങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ C f of z dz പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 to 2 രണ്ടെണ്ണമാണുള്ളത്. ഇൻ്റഗ്രൽ ഓവർ CK f of z dz ഈക്വൽ ടു 0. സോ രണ്ടെണ്ണം വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. വി ക്യാൻ ജനറലൈസ് ഇൻ്റഗ്രൽ ഓവർ C f of z dz പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 to n. ഏതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് കർവ്സ് എടുത്താലും f of z dz equal to 0. Next we have principle of deformation of paths. Let C1 and C2 denote two positively oriented simple closed contours where C2 is interior to C1. If a function f is analytic in the closed region consisting of these contours and all points between them, then integral over C1 f of z dz equal to integral over C2 f of z dz. That is, principle of deformation of path is very important theorem. അത് പറയുന്നത് നമുക്ക് രണ്ട് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകൾ ഉണ്ട്, C1 C2. അതിൽ C2 എന്ന് പറയുന്നത്, C1 ഇതാണ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. C2 എന്ന് പറയുന്നത് C1ൻ്റെ ഇൻറ്റീരിയറിലാണ്. അപ്പോൾ C2 രണ്ടും പോസിറ്റീവ് ഡയറക്ഷനാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ C1 ആൻഡ് C2 ആർ ടു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർസ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ സച്ച് ദാറ്റ് C2 ഈസ് ഇൻറ്റീരിയർ ടു C1. ഇനി എഫ് എന്ന് പറയുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ അനാലിറ്റിക് ആവുന്നത് ഇൻ ദി ക്ലോസ്ഡ് റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് ദീസ് കോണ്ടൂർസ്. അതായത് ഈ രണ്ട് കർവുകളും കൂടെ C1 C2 കൂടെ ഫോം ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് റീജിയൻ ഉണ്ട്, ഈ ഷെയ്ഡ് ചെയ്തുള്ള ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള പോർഷൻ. ഈ പോർഷനിലെ എല്ലാ പോയിന്റിലും എഫ് എന്താണ്, എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണുന്നതും ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണുന്നതും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ C1 കാണുന്നതിന് പകരം ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് കണ്ടാൽ മതി. തിരിച്ചും C2 കാണുന്നതിന് പകരം ഇൻ്റഗ്രൽ ഓവർ C1 കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണണമെങ്കിൽ, ഇപ്പോൾ സീനെ കുറിച്ച്, സി എന്ന കർവിൻ്റെ ഇക്വേഷനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിയുടെ ഉള്ളിൽ നമുക്കറിയാവുന്ന ഒരു സർക്കിളോ അങ്ങനെ ഉണ്ടെങ്കിൽ, ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള എല്ലാ പോർഷനിലും ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ, നമുക്ക് ഈ സി എന്ന് പറയുന്ന ഈ ഡിഫിക്കൽട്ട് കർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്, അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. രണ്ടിനും സെയിം ആൻസർ ആയിരിക്കും. സോ ഇതിൻ്റെ പ്രൂഫ് വരുന്നത് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള തിയറം ഉപയോഗിച്ചിട്ടാണ് പ്രൂഫ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, സി എന്ന് പറയുന്ന ഒരു കർവുണ്ട്, അതിനുള്ളിൽ കുറേ CKകളുണ്ട്, സച്ച് ദാറ്റ് ദേ ആർ ഡു നോട്ട് ഓവർലാപ്പിംഗ്. സി എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനാണ്, പക്ഷേ അതിനുള്ളിലുള്ള കർവുകൾ എന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡും പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ CK എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈ സമ്മ് 0 ആയിരിക്കും. അതായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷനാണ്, അതായത് അവിടെ ഉള്ളത് ഒരു സിയും അതിനുള്ളിൽ കുറേ CKകളും ആയിരുന്നു. ഇവിടെ ഒരു C1 ഉണ്ട്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി അതിനുള്ളിൽ ഒരു C2 ഉണ്ട്, അതായത് നേരത്തെ പറഞ്ഞ തിയറത്തിന് ഒരു CK അതായത് k ഈക്വൽ ടു 1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തതാണ് C2. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, അവിടെ പുറത്തുള്ള കർവ് സി എന്ന് പറയുന്ന കർവ് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിരുന്നു, അതിനുള്ളിലുള്ള കർവ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഇവിടെ രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് C1 C2 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ C2ന് പകരം -C2 എടുക്കുക. C2 ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -C2 എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ വി കൺസിഡർ ദി കർവ്സ് C1 ആൻഡ് -C2. അപ്പോൾ ഇനി ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ എല്ലാ കണ്ടീഷനും ഉണ്ട്. എഫ് അതിന് രണ്ടിനും ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റിലും, ആ റീജിയനിലെ എല്ലാ പോയിൻറ്റിലും എഫ് അനാലിറ്റിക് ആണ്. ദെൻ ആ തിയറം അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ -C2
എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C2 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ C2 ബൈ ദി പ്രോപ്പർട്ടി ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇക്വൽ 0. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് കിട്ടും. So this is the principle of deformation of paths. Now we have a question related to the principle of deformation of path. Show that integral over C 1 by z dz equal to 2 pi I, where C is any positively oriented closed contour surrounding the origin. C എന്ന് പറയുന്നത് ഒറിജിനെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കഴിഞ്ഞാൽ ഒറിജിനെ സറൗണ്ടിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കർവ്, എങ്ങനെയുള്ള കർവാണെന്നും പറഞ്ഞിട്ടില്ല, ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ്, ഇതാണ് സി. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ് സി. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി 1 by z dz 2 pi I ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് സെഡ് എന്തെടുക്കാം? 1 by z എടുക്കാം. സിയുടെ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ടിയിൽ പാരാമട്രൈസേഷൻ ഫോമിലാക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ സിയുടെ ലിമിറ്റ് എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. പക്ഷേ അതിന് നമുക്ക് ഈ സെഡ് ഓഫ് ടി കിട്ടണം. സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സിയുടെ ഇക്വേഷനാണ്. പക്ഷേ സി ഇവിടെ എനി പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ക്ലോസ്ഡ് കോണ്ടൂർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ സി. ഇവിടെ എഫ് ഓഫ് സെഡ് 1 by z ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1 by z അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ് സെഡ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാവുന്ന ഒരു കർവ് ഇക്വേഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിയുടെ ഉള്ളിൽ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് റേഡിയസ് 6. വേറെ 6 റേഡിയസ് എടുക്കുമ്പോൾ ആ സർക്കിൾ കംപ്ലീറ്റ് സിയുടെ ഉള്ളിൽ വരണം. അതിനനുസരിച്ചുള്ള റേഡിയസ് എടുക്കണം. അങ്ങനെയുള്ള ഒരു സർക്കിൾ ദറ്റ് ഈസ് മോഡ് സെഡ് ഈക്വൽ ടു 6 സച്ച് ദാറ്റ് ദിസ് സർക്കിൾ ഈസ് ലൈങ് കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ ടു സി. അപ്പോൾ ഇതിനെ നമ്മൾ C1 എന്ന് വിളിച്ചു. C1 സച്ച് ദാറ്റ് മോഡ് സെഡ് ഈക്വൽ ടു 6. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് നമുക്കറിയാം എഫ് ഓഫ് സെഡ് 1 by z ആണ്. 1 by z അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ് സെഡ് ഈക്വൽ ടു 0 ഒറിജിനിൽ. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റിലും എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്സിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് സെഡ് ക്ലോസ്ഡ് റീജിയനിൽ, രണ്ട് കർവിനും ഇടയ്ക്കുള്ള ക്ലോസ്ഡ് റീജിയനിൽ അനാലിറ്റിക് ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണുന്നതും ഇൻ്റഗ്രൽ ഓവർ C1 നമ്മൾ C1 എടുത്ത് മോഡ് സെഡ് ഈക്വൽ ടു 6 ആണ്. എഫ് ഓഫ് സെഡ് ഡി സെഡും സെയിം ആയിരിക്കും. സോ C1 നമുക്കറിയാം C1 സച്ച് ദാറ്റ് മോഡ് സെഡ് ഈക്വൽ ടു 6. സോ സെഡ് ഈക്വൽ ടു 6 e റൈസ് ടു I തീറ്റ. സർക്കിളാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 pi. അപ്പോൾ ഇനി സെഡ് ഡാഷ് ഓഫ് തീറ്റ, സെഡ് ഓഫ് തീറ്റ 6 e റൈസ് ടു I തീറ്റയാണ്. സോ സെഡ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ RI e റൈസ് ടു I തീറ്റ ഡി തീറ്റ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 pi. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 1 by z dz ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 pi 1 by z എന്ന് പറഞ്ഞാൽ R e റൈസ് ടു I തീറ്റ. ഇനി ഇതിനെ ഒന്നും കൂടെ ഓക്കെ. ഇനി ഇതാണ് ഇക്വേഷൻ. എഫ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡിനെ ഇൻ്റഗ്രൽ ഓവർ 0 to 2 pi എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 by R e റൈസ് ടു I തീറ്റ ഇൻ സെഡ് ഡാഷ് തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ RI e റൈസ് ടു I തീറ്റ d theta. So R e raised to I theta getting cancelled. Then I into integral 0 to 2 pi d theta. That is I into theta and integral 0 to 2 pi. That is 2 pi I. So we get by principle of
deformation of path, integral over c 1 by z dz equal to 2 pi I. Okay, thank you.